ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ കോട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ കട്ടിംഗ് വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതൊന്ന് എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഫ്രണ്ട് പാർട്ടിൻ്റെ ഒരു വശവും അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിടുന്നതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത മറ്റൊരു പീസും രണ്ടിനെ നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് ഈ ഒരു പോയിന്റിൽ നിന്നും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മളിവിടെ രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് താഴോട്ടേക്ക് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതുപോലെ ഇതിൻ്റെ ഒരു വശം ഞാൻ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വശത്തെല്ലാം ആ ഒരു സ്റ്റിച്ചിനെ തട്ടാണ്ട് ചെറിയ ചെറിയ കട്ടുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊണ്ടുവരാം. ഇനി നമ്മൾ ഈ ഒരു രണ്ട് പീസും ഒരുമിച്ച് വെച്ചിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ രണ്ട് വശവും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് വശവും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്ക് പാർട്ടിലൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് ഷോൾഡർ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ രണ്ട് ഷോൾഡറും ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൈ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്രോസ് പീസ് നമുക്ക് ആദ്യം ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കത് മുഴുവനായിട്ടൊന്ന് ഉള്ളിലേക്കാക്കി വെച്ചിട്ട് മടക്കി വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിനെ തട്ടാണ്ട് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ രണ്ട് സ്ലീവും നമ്മൾ അതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. ക്രോസ് പീസ് വെച്ച് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ രണ്ട് സ്ലീവും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഇതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് അളന്നിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെസ്റ്റിന് 20 ഇഞ്ചും അതുപോലെ ഷേപ്പിന് ഒരു 17.5 ഇഞ്ചും താഴത്ത് ഒരു 20 ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കതിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ താഴ്വശം ഒന്ന് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ കോളർ കൂടിയാണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ കോളറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാൻവാസ് ഇതുപോലൊരു പീസ് തുണിയിൽ നമുക്ക് അയൺ ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ ഒരു വശം ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് രണ്ടാമതും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമുക്ക് രണ്ടും ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു പോയിന്റിൽ നിന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാൻവാസിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ സ്റ്റിച്ചിന് തട്ടാണ്ട് നമുക്ക് ഓരോ വശത്തും ഇതുപോലെ കട്ടുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് മറിച്ചിട്ടെടുക്കാം. എന്നിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള കോട്ടിൽ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ കോളറിനെ ഇതുപോലെ ഒന്ന് നേർ പകുതിയാക്കിയിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ
ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 2 ഇഞ്ച് വിട്ട് അവിടുന്ന് തൊട്ടിട്ട് നമുക്ക് ഈ ഒരു കോളർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് പിടിപ്പിക്കാം. ഇതുപോലെ നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം. ഇതുപോലെ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെച്ച കോട്ടിൻ്റെ നല്ല വശം അതുപോലെ കോളറിൻ്റെ ഈ ഒരു വശം നമുക്ക് ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ആ 2 ഇഞ്ച് വിട്ടെടുത്ത് നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഇതുപോലെ നമുക്ക് ഈ ഒരു ഒന്നാമത്തെ ഷോൾഡർ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ സൂചി ഇതുപോലെ കുത്തി വെച്ചിട്ട് നമുക്ക് തുണി ഒന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ഷോൾഡർ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അവിടെ നമുക്കിതുപോലെ സൂചി കുത്തി വെച്ച് കൊടുത്തിട്ട് ഒന്ന് തുണി തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വശം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് വശത്തെ ചുളിവുകളൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്കിതിൻ്റെ ഈ കോളറിൻ്റെ രണ്ടാമത്തെ വശം ഒന്ന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഈ കോളറിൻ്റെ മുകളിലൂടെ ഒന്ന് ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. നമ്മൾ ആദ്യം കോളർ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ എത്തുമ്പോൾ സൂചി ഒന്ന് കുത്തി വെച്ച് കൊടുത്തിട്ട് തുണി ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നല്ല നീറ്റായിട്ട് തന്നെ ചുളിവുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു പോക്കറ്റ് കൂടി വെച്ച് കൊടുക്കാം. മൂന്ന് ബട്ടൺസും വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ പോക്കറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 9.5 ഇഞ്ച് ലെങ്ത്തും അതുപോലെ 7.5 ഇഞ്ച് വിട്ടുമുള്ള ഒരു പീസ് തുണി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നൊരു 5.5 ഇഞ്ചും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇവിടെ നിന്നൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതിനൊരു സ്ക്വയർ വരച്ചിട്ട് നമുക്കതൊരു കേവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കേവ് ഷേപ്പ് കട്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ ഈ ബാക്കിയുള്ള വശങ്ങളൊക്കെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇനി നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് ഒരു 14 ഇഞ്ചിൽ ഈ ഒരു പോക്കറ്റ് നമുക്കിവിടെ ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളെ കോട്ട് നമ്മളിവിടെ വളരെ ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.